ഗായ്സ് അങ്ങനെ നമ്മൾ EVM സ്കോഡയിലായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സർവീസിന് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കിലോമീറ്റർ ആയിട്ടില്ല, എന്നാലും നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം സർവീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വന്നേക്കാം കേട്ടോ. അവിടെ ഒരുപാട് സ്കോഡുകളുണ്ട്. ഇതിനകത്തൊരു ലിപ് സ്പോയിലർ ഉണ്ട് ചെറുത്, പക്ഷെ അതിലും ഭംഗി ഇതാന്ന് തോന്നുന്നു കേട്ടോ. ഈ സ്പോയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് നമുക്ക് ചെയ്താലോ എന്ന് ആലോചിക്കുന്നത്. നിങ്ങൾ എന്ത് പറയുന്നു? ഇത് വേണോ ഇത് വേണോ? ഏത് സ്പോയിലറാണ്? ഇത് ചെറുതാണ്, തള്ളി നിൽക്കുന്നില്ല അധികം. പക്ഷെ ഇത് കണ്ടില്ലേ, ഇതിനെ കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്പോയിലർ ഇല്ല, സ്പോയിലർ ചെയ്യണം. ഇവിടെ ഒരുപാട് സ്കോഡകളുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ സർവീസിന് വേണ്ടി കൊടുത്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ ഒരു സെൻസർ പോയിട്ടുണ്ട്. റിയർ റൈറ്റിലെ സെൻസറാട്ടോ നമ്മൾ പോയിട്ടുള്ള ABS സെൻസർ. അത് പിന്നെ ഈ സ്കോഡ, ഫോക്സ്വാഗൺ എല്ലാ വണ്ടികൾക്കുള്ള കോമൺ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ 1 year വാറണ്ടി വരുന്നത്. ഇപ്പോൾ പുതിയ വരുന്ന സാധനങ്ങളൊന്നും അങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനുള്ളൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ നോക്കിയിട്ട് പറയട്ടോ ഏതോ നല്ലതെന്ന്, ഇതോ ആ കുഞ്ഞിതോ. ഗായ്സ്, ഇനി വണ്ടിക്ക് 9000 കിലോമീറ്റർ ഓടിയിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റിയത്. ഇവിടെ ഫുൾ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 9000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള സർവീസും ഫ്രീ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കേജ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ABS സെൻസർ മാത്രം മാറ്റിയിട്ട് പോവാട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്കില്ല. നമ്മൾ പുള്ളിനെ ടെക്നീഷ്യനെ കൊണ്ട് വണ്ടിയൊക്കെ ഒന്ന് ഓടിപ്പിച്ച് മൊത്തം 1 റൗണ്ടൊക്കെ അടിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ABS സെൻസർ മാത്രം മാറ്റാൻ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. ഗായ്സ്, അങ്ങനെ സർവീസ് കഴിഞ്ഞ് വണ്ടി കിട്ടി. സർവീസ് എന്ന് പറയാൻ കൂടുതലൊന്നും ചെയ്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ABS സെൻസർ മാറാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മുന്നേ ഓർഡർ ചെയ്ത് സാധനം വരുത്തിച്ചായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ലേബർ മാത്രമേ ആയുള്ളൂ. അതിന് ഒരു 500 രൂപ മാത്രമേ ആയുള്ളൂ കേട്ടോ ഇന്നത്തെ വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ABSന്റെ വാണിംഗ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഹാപ്പിയായി. ഫോക്സ്വാഗൺ ഓടി സ്കോഡയ്ക്കൊക്കെ എപ്പോഴും ABS സെൻസർ കോമൺ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് കേട്ടോ. അപ്പോൾ പുതിയ സെൻസറുകൾ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുന്ന സെൻസറുകളാണ്. അതറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ടിപ്പ് കുറച്ചുകൂടി ചെറുതായിരിക്കും കേട്ടോ പുതിയതാണെങ്കിൽ. അപ്പോൾ അത് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ വരില്ല എന്ന് പ്രതീക്ഷിക്കാം കേട്ടോ എന്തായാലും. അപ്പോൾ അത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സർവീസിന് ഇനി 9000 കിലോമീറ്റർ കൂടി ഓടാനുണ്ട്. എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, കൂളൻ്റൊക്കെ ചെക്ക് ചെയ്തു, കുഴപ്പമില്ല. എഞ്ചിൻ ഓയിൽ ഹെൽത്തൊക്കെ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി 9000 കിലോമീറ്റർ കഴിഞ്ഞ് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് വിശന്നു കേട്ടോ. നല്ലതാ, ചോറ് കിട്ടിയിട്ടുണ്ട്, ചാള പൊരിച്ചത്, കറികളൊക്കെ അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിക്കട്ടെ എന്നിട്ട് കാണാം. ഗായ്സ്, നമ്മൾ മല്ലുക്കൊച്ചിരി വീട്ടിലെത്തി കേട്ടോ. കാണിച്ചു തരാം, ആളെ കാണിച്ചു തരാം. ആള് വണ്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിഞ്ഞത്. ഇതാ വണ്ടി വാഷിംഗ് ആണ്. സെറ്റ്. സച്ചിൻ ഫുള്ള് മഞ്ഞത്താക്കിട്ടാ, വണ്ടി ഫുള്ള് മഞ്ഞത്താക്കി. ദൈവമേ, മാറിയുന്നില്ല ഇപ്പൊ കുളിപ്പി. സച്ചിൻ വണ്ടി കഴുകാൻ നിന്നു. അതെ, കഴുകാൻ നിന്നു. മഴ പെയ്യ ഈ ചങ്ങായിനെ കൊണ്ട്. ഏടാ പോനെ അതൊക്കെട്ടാ. ഗായ്സ്, അങ്ങനെ പനമ്പള്ളി ചായ കുടിക്കാൻ ഇറങ്ങിയ. അപ്പൊ അതാ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. എന്താണ് കൊഫ്തയാ? കൊഫ്ത. അവിടുത്തെ കൊഫ്ത എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് ചിക്കൻ്റെ ഒരു സാധനം. അപ്പൊ അതും ചായയും പറഞ്ഞിട്ടുണ്ട്. നോക്കാം എങ്ങനെയുണ്ട്. ഗായ്സ്, സാധനം എടുത്താ കേട്ടോ. കിങ് ഓഫ് കഫ്ത അങ്ങനെ എന്താണ് കേട്ടോ. കഴിച്ചു നോക്കാം. ഇത് മയോണൈസ് ആണോ സാധനം? സംഭവം എങ്ങനെയുണ്ട്? മയോണൈസ് പോലെ സാധനം കേട്ടോ. പെട്ടെന്നൊരു വലിയ മഴ പെയ്ത് ലോക്കായിട്ടോ. പിന്നെ ഐഫോണിൻ്റെ ഒരു മൈക്ക് കണക്ട് ചെയ്യുന്നൊരു കേബിൾ മേടിക്കേണ്ടായിരുന്നു. അതും മേടിച്ച് അങ്ങ് പോയപ്പോഴത്തേന് ലുലുവിന് മുമ്പിലൊക്കെ ഫുൾ വെള്ളക്കെട്ടാണ്. ഒരു രക്ഷയില്ല. കൊച്ചി മൊത്തം മുങ്ങിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.